കായംകുളം ചൈതന്യ ഐ ഹോസ്പിറ്റലും സി.ഡി.നെറ്റും കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പും നേത്രരോഗനിർണയവും നടത്തി. രാവിലെ 9 മണി മുതൽ സി.ഡി.നെറ്റ് ഓഫീസ് സമുച്ചയത്തിലാണ് നേത്രപരിശോധനാ ക്യാമ്പും നേത്രരോഗനിർണയവും നടന്നത്. കായംകുളം ചൈതന്യ നേത്ര ആശുപത്രിയും സി.ഡി.നെറ്റും കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി നേത്രപരിശോധനാ ക്യാമ്പും നേത്രരോഗനിർണയവും നടത്തി. സി.ഡി.നെറ്റ് ടവറിലാണ് നേത്രപരിശോധന ക്യാമ്പും നേത്രരോഗനിർണയവും നടത്തിയത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കാഴ്ച പരിശോധന, വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധന, കൗൺസിലിംഗ് സേവനം, തുടർ പരിശോധന, സൗകര്യമൊരുക്കൽ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ചൈതന്യ ഐ ഹോസ്പിറ്റലിൽ 1 മാസത്തേക്ക് പ്രാഥമിക പരിശോധനകളും ഡോക്ടറുടെ സേവനവും സൗജന്യമായിരിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കണ്ണടകൾക്ക് പ്രത്യേക ഇളവുകളും തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് പ്രത്യേക പാക്കേജുകളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. നേത്രപരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം കായംകുളം സി.ഡി.നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പല മേഖലയിലും സി.ഡി.നെറ്റ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഞങ്ങൾ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് ചൈതന്യ ഹോസ്പിറ്റലിന്റെ ഭാരവാഹികൾ നമ്മളെ സമീപിച്ചപ്പോൾ ഞങ്ങളും അതുപോലെ അവരുമായിട്ട് സഹകരിച്ച് ഈ കാര്യം ചെയ്യാം എന്നും ഉദ്ദേശിച്ചത്. കായംകുളം സി.ഡി.നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ റിയാസ് നൈനാരേത്ത് അധ്യക്ഷനായി. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലുള്ള പ്രവർത്തന മേഖലകളിൽ കൂടുതൽ കരുതലും ഊന്നലും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. കായംകുളം സി.ഡി.നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇഗ്നോറൻസ് കിട്ടുന്ന ഒരു അദ്ദേഹം പറയുന്നത് കണ്ണാണ്. കണ്ണുകൊണ്ട് നമ്മളെല്ലാം കാണും, മറ്റുള്ള അവയവങ്ങളെ നമ്മൾ നോക്കിക്കാണും, പക്ഷെ കണ്ണിനെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്യാമ്പ് കോർഡിനേറ്റർ ആശുപത്രി PROയുമായ ഇന്ദ്രജിത്ത് ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. ചൈതന്യ നേത്ര ആശുപത്രിയിലെ ഡോക്ടർ വൃന്ദ കെ രമണൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കണ്ണിന് അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലോക്കോമ, കണ്ണകത്ത് പ്രഷർ വരുന്ന അസുഖം, അതെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു റുട്ടീൻ ഐ ചെക്കപ്പ് നടത്തിയാൽ മാത്രം, അല്ലെങ്കിൽ ഒരു കണ്ണിന്റെ സ്ക്രീനിങ് എക്സാം നടത്തിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കണ്ണിനകത്ത് പ്രഷർ ബാധിച്ചിട്ടുണ്ടോ, കണ്ണിന് ഞരമ്പിൽ കേട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ. ഇപ്പം 1-2 വർഷം ഡയബറ്റീസ് ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങളത് കൺട്രോളാണ്. ഓക്കെ, 10 വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട്, നിങ്ങളത് കൺട്രോളിലാണ് പോകുന്നതെന്ന് പറഞ്ഞാലും നിങ്ങളുടെ കണ്ണിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൺട്രോൾ ആണെങ്കിൽ പോലും ആ ഡ്യൂറേഷൻ എത്ര വർഷമായിട്ടുണ്ട് എന്നുള്ളത് കണ്ണിന്റെ ആരോഗ്യത്തെ വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഏർലി സ്റ്റേജിലൊക്കെ നമുക്ക് വിഷൻ കാഴ്ചയിൽ നമുക്ക് ഒരുവിധമൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷെ അതിന്റെ അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ വേണം, കണ്ണിനകത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം, കാലാകാലത്തോടെ ട്രീറ്റ്മെന്റ് എടുക്കണം. ആ ഒരു സ്റ്റേജിൽ പോയാൽ ഒരിക്കലും കാഴ്ച നമുക്ക് ബാക്ക് ടു നോർമൽ ആവില്ല. അപ്പൊ അതൊക്കെ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, 40+ ആയിട്ടുള്ള ആൾക്കാർ റെഗുലർ ഐ ചെക്കപ്പ് ശീലമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൈതന്യ നേത്രാശുപത്രിയിലെ കൗൺസിലർ അഞ്ജിത കൗൺസിലിംഗ് നടത്തി. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു, ജില്ലാ ട്രഷറർ സുനിൽ, മേഖലാ പ്രസിഡന്റ് സുധികുമാർ, മേഖലാ സെക്രട്ടറി EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, ട്രഷറർ ഹസീബ് തുടങ്ങിയവർ സംസാരിച്ചു. സി.ഡി.നെറ്റ് ന്യൂസ് കായംകുളം.